നമ്മൾ നേരെ പാലക്കാട്ടേക്കാണ്. ചില സിനിമകളിലെ വീടും സ്ഥലങ്ങളുമെല്ലാം നമ്മുടെ മനസ്സിൽ അങ്ങ് പതിഞ്ഞു കിടക്കും അല്ലെ. പ്രത്യേകിച്ച് അതിലെ പാട്ട് രംഗങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ പശ്ചാത്തല സംഗീതവും ഒക്കെ ചേർന്ന് വരുമ്പോൾ ആ സ്ഥലങ്ങൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ പല സിനിമകളിലും നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞ സ്ഥലമുണ്ട് പാലക്കാട് സ്ഥലത്ത്. പാലക്കാടിൻ്റെ ഗ്രാമ സൗന്ദര്യം ആവോളം അനുഭവിക്കാനാകുന്ന ഒരു പ്രദേശമാണ് അത് മറ്റൊന്നുമല്ല, മങ്കര എന്ന പ്രദേശമാണ്. നിരവധി സിനിമാ ഷൂട്ടിങ്ങൾക്ക് പശ്ചാത്തലമായിട്ടുള്ള മങ്കരയിലേക്കാണ് ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ആദ്യ യാത്ര. ലെറ്റ്സ് എൻജോയ്. നമസ്കാരം കൂട്ടുകാരെ, റൈഡിംഗ് റിപ്പോർട്ടിന്റെ മറ്റൊരു അധ്യായം നമ്മൾ തുടങ്ങുകയാണ് പാലക്കാട് മങ്കരയിൽ നിന്ന്. പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരുപാട് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുള്ളൊരു പ്രദേശമാണ് മങ്കര. അപ്പോൾ മങ്കരയിലേക്ക് നമ്മൾ പോകുന്നു. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് സിനിമാ ലൊക്കേഷനുകളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അങ്ങനെ ഇന്ന് മങ്കരയാണ് നമ്മൾ കാണാൻ പോകുന്നത്. യാത്ര തുടങ്ങാം നമുക്ക്. മങ്കരയിലേക്കുള്ള യാത്ര നമ്മൾ വളരെയധികം എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. കാരണം പാലക്കാടിൻ്റെ ഗ്രാമ സൗന്ദര്യം അത് എല്ലാ ഭാഗങ്ങളിലും ഉള്ള ഒരു പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മങ്കര. ഈ ഷൂട്ടിംഗ് ലൊക്കേഷനുകളുടെ കാര്യം മാത്രമല്ല, അല്ലാതെ തന്നെ നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് നല്ല സ്ഥലങ്ങളുള്ള ഒരു പ്രദേശം കൂടിയാണ് മങ്കര. നമ്മൾ ആദ്യം പോകുന്നത് മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു സിനിമയായിരുന്നു മീശമാധവൻ. മീശമാധവൻ ഷൂട്ട് ചെയ്ത ഒരു വീട്ടിലേക്കാണ്, മങ്കരയിൽ തന്നെയുള്ള ഒരു വീട്ടിലേക്കാണ് നമ്മുടെ ആദ്യത്തെ യാത്ര. ഇരുഭാഗങ്ങളിലും വയലോരങ്ങളിലൂടെയൊക്കെയാണ് യാത്ര. അത് ഈ രാവിലെ തന്നെ നമുക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു ഫീൽ നൽകുന്ന യാത്രയാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. റൈഡിംഗ് റിപ്പോർട്ടിൻ്റെ ഭാഗമായി മങ്കരയിൽ എത്തിയപ്പോഴാണ് മനോഹരമായൊരു കാഴ്ച കണ്ടത്. കൊയ്ത്തൊഴിഞ്ഞ പാടത്ത് അങ്ങനെ ആർത്തുല്ലസിച്ച് കളിക്കുകയാണ് കുട്ടികൾ. ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയാണ്. നമ്മൾ പണ്ടൊക്കെ കണ്ടിരുന്നതാണ്, ഇപ്പോൾ അങ്ങനെ കാണാൻ കഴിയാത്തതുമാണ്. അങ്ങനെ നമ്മൾ ആദ്യ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. മലയാള സിനിമാ ആസ്വാദകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു സിനിമയായിരുന്നു മീശമാധവൻ. കള്ളനെ പോലും സ്നേഹിക്കാൻ മലയാളിയെ തോന്നിപ്പിച്ചൊരു സിനിമയാണത്. ആ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചിത്രീകരിച്ച ഒരു ലൊക്കേഷനാണിത്. ദിലീപൊക്കെ താമസിച്ചിരുന്ന വീടാണ്. പാലക്കാട് മങ്കരയിലാണ് ഈ സ്ഥലം. ഈ വീടിൻ്റെതാ ഈ ഭാഗത്തു നിന്നാണ് ഹരിശ്രീ അശോകനും സംഘവും ഒക്കെ ചേർന്ന് ദിലീപിനെയും കുടുംബത്തെയും കണി കാണിക്കുന്നത്. ഈ പടവിലിരുന്നവർ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ വീടിൻ്റെ മുൻഭാഗം വളരെ ഭംഗിയായിട്ടുള്ളൊരു പാടമാണ്, ഒരു നെൽപ്പാടമാണ്. വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ്. ഈ ഗ്രാമം ഒന്നടങ്കം സമ്മാനിക്കുന്നത് ആ തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ്. എന്തായാലും ഈ വീടിൻ്റെ മനോഹാരിത നമുക്ക് ആസ്വദിക്കാം. വളരെ പഴമയുടെ ഭംഗി അങ്ങേയറ്റം പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വീടാണ്. ആ വീടിൻ്റെ ആ ഭംഗി നമുക്ക് കാണാം. മിന്നാമിന്നും തുലാമിന്നൽ മിന്നാറും ഞാൻ കോരാം, വെയിലത്തിരിക്കുമ്പം വീശിത്തണുക്കാൻ മേഘവിശറിയുണ്ടാക്കാൻ. മൂന്നാറിലെ മൂവന്തിയിൽ മുത്താരമായി മാറാം, മിന്നും നിലാവത്ത് മിന്നുമരുവിയായി മുത്തരഞ്ഞാണം തീർക്കാം. നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ, നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ, കരളിലെ കള്ളൻ ഞാനല്ലേ. പിണങ്ങാൻ എന്താണ് എന്താണ് എന്താണ്, മയങ്ങാൻ എന്താണ് എന്താണ് എന്താണ്. നമ്മുടെ രണ്ടാമത്തെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് റൈഡിംഗ് റിപ്പോർട്ടർ. ചെമ്മുകക്കളം എന്നറിയപ്പെടുന്ന ഒരു തറവാട് വീടാണ്. ഏതാണ്ട് 60-ൽ പരം സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മീശമാധവൻ മാത്രമല്ല, ബാലേട്ടൻ, സദാനന്ദൻ്റെ സമയം തുടങ്ങി നിരവധി ചിത്രങ്ങൾക്ക് വേദിയായ ഒരിടമാണ്. അത് വളരെ ഭംഗിയായി തന്നെ പരിപാലിച്ചു പോരുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു റെനോവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. പക്ഷേ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പിടി നല്ല സിനിമകൾ സമ്മാനിച്ചൊരു വീട് കൂടിയാണ് മങ്കര എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൻ്റെ ഭംഗി. അത് ഈ വള്ളുവനാടൻ ഭംഗി അത് അതേപടി ചേർത്ത് വെച്ചിട്ടുള്ള സ്ഥലമാണ്. അത് പൂർണ്ണമായി ഉൾക്കൊള്ളുന്നൊരു വീടുമാണ് ഈ കാണുന്നുള്ളത്.
വളരെ രസകരമായിട്ടുള്ളൊരു വീടാണ്. ഈ ഒരു നിരവധി സിനിമകൾ നമുക്കിപ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് ആ ഓർമ്മകൾ ഇങ്ങനെ വരുന്നത്. അതായത് നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് മലയാള സിനിമകളുടെ ഓർമ്മകൾ നമുക്ക് ഈ വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ വരും. നമുക്ക് ആ കഥാപാത്രങ്ങളിലൂടെയും ആ വീടിൻ്റെ ഭംഗിയിലൂടെയും ഒക്കെ ഒന്ന് സഞ്ചരിക്കാം. ഈ വീടിനെയൊക്കെ കുറിച്ച് സംസാരിക്കാൻ ഈ വീട്ടിൽ തന്നെയുള്ള ഒരു മോൻ നമ്മളോടൊപ്പം ഉണ്ട്. അനിരുദ്ധൻ എന്നാണ് പേര്. ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? എത്ര സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും? നിയർലി ഒരു 60 ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിലുള്ള സിനിമകൾ ഏതൊക്കെയാണ് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തത്? ഉലകം ചുറ്റും വലിയവൻ, ഉത്സാഹ കമ്മിറ്റി, ഉടിയൻ, പിന്നെ എന്നിൻ്റെ മൊയ്തീൻ, കുട്ടമ്പള്ളിയുടെ ശിവരാത്രി. അതൊക്കെ നന്നായിട്ട് ഓർമ്മയുണ്ട്. എത്ര ദിവസമൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും ആ സിനിമകളൊക്കെ? നിയർലി 20 days. അപ്പോൾ എങ്ങനെയാണ് ഷൂട്ടിങ്ങുള്ള സമയത്തൊക്കെ എങ്ങനെയാണ് നിങ്ങൾ പൂർണ്ണമായിട്ട് അവർക്ക് അങ്ങ് വിട്ടുകൊടുക്കുകയാണോ ചെയ്യുക? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ? ഫുള്ള് അവരുടെ കസ്റ്റഡിയിൽ തന്നെ ആയിരിക്കും. റൂംസ് ചിലവ് നമ്മൾ കൊടുക്കാറില്ല, ബാക്കി ഫുള്ള് അവരുടെ ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് ഷൂട്ടിങ്ങൾ നടന്ന വീടായതുകൊണ്ട് ഒരുപാട് ആളുകൾ കാണാൻ വരുമല്ലോ. അതെങ്ങനെയാണ്? എവിടെ നിന്നൊക്കെ ആളുകൾ വരാറുണ്ട്? പല ഭാഗത്തു നിന്ന് വരാറുണ്ട്. മലപ്പുറം, കാസർഗോഡ് ആ ഭാഗത്തു നിന്നൊക്കെ വരാറുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ വീട് ആളുകൾക്കൊരു അവരുടെ ഓർമ്മയിലേക്ക് വരുന്ന 2 സിനിമകൾ, ഒന്ന് മീശമാധവനും അതോടൊപ്പം തന്നെ ബാലേട്ടനാണ്. ഇത് 2 ഷൂട്ട് ചെയ്യുമ്പോൾ നീ ഇല്ല, ജനിച്ചിട്ടില്ല. അങ്ങനെ മങ്കരയിലൂടെയുള്ള റൈഡിംഗ് റിപ്പോർട്ടർ സമാപിക്കുകയാണ്. നമ്മൾ 2 ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ കണ്ടു. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത 2 ഇടങ്ങൾ കണ്ടു. അതോടൊപ്പം തന്നെ മനോഹരമായിട്ടുള്ള ഗ്രാമക്കാഴ്ചകളും നമ്മൾ കണ്ടു. റൈഡിംഗ് റിപ്പോർട്ടർ ഇങ്ങനെ ഒരുപാട് നല്ല കാഴ്ചകൾ പ്രേക്ഷകരെ കാണിച്ച് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം.